പത്തനംതിട്ട കുമ്പഴയിൽ ഇന്നലെ രാത്രി കഞ്ചാവടക്കമുള്ള ലഹരി സംഘങ്ങളെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ കാറിടിപ്പിച്ച് കൊല്ലാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. വലിയ അത്ഭുതകരമായിട്ടാണ് എക്സൈസ് ഉദ്യോഗസ്ഥൻ ശ്രീ ആനന്ദ് ആ ലഹരി സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ കാറ് കയറി ഇറങ്ങി കാലിന് 2 പൊട്ടലൊക്കെയുണ്ട്. ഇനിയിപ്പോൾ 1 മാസം വിശ്രമം വേണം എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ ശ്രീ ആനന്ദിനോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇന്നലെ സംഭവിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങൾ ശ്രീ ആനന്ദ് 24നോട് പങ്കുവെക്കുകയാണ്. ഇപ്പോൾ കാലിന് 2 പൊട്ടലുണ്ട്, 1 മാസം വിശ്രമം വേണം. എന്താണ് ശരിക്കും ഇന്നലെ സംഭവിച്ചത്? അല്ലെ, ഞങ്ങൾക്ക് ആ, ഒരു രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ ഈ നസീബ് എന്ന് പറയുന്ന ഒരു ഗഞ്ചാവ് കച്ചവടം ചെയ്യുന്ന ഒരാൾ, നിരവധി കേസിലെ പ്രതിയാണ്. എൻ്റെ ഓഫീസിൽ തന്നെ ആ, ഒരു NDPS കേസ്, മേജർ കേസ് നേരത്തെ ഉണ്ടായിരുന്നു. ഒരു 6 മാസം മുമ്പ് ഞങ്ങൾ ഒരു 330 ഗ്രാം ഗഞ്ചാവും അയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസിലും പ്രതിയാണ്. അങ്ങനെ വേറെ ഓഫീസുകളിലൊക്കെ പല കേസുകളുണ്ട്. അപ്പം ഇയാൾ പിന്നെ ഗഞ്ചാവ് കച്ചവടം ചെയ്യുന്നുള്ള ഒരു രഹസ്യ വിവരം ഈ പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പിന്നെ അയാളുടെ പിന്നെ ഒരു ബലേനോ കാറിൽ ചെയ്യുന്നു എന്നുള്ളൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പം വൈകുന്നേരം സമയത്താണ് ഞങ്ങൾ ഒരു 8:30 ഈ സ്ഥലത്ത് ചെല്ലുന്നത്. അപ്പം ചെന്ന് ഇയാൾ വരാൻ സാധ്യതയുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു പിന്നെ സ്ഥലത്ത് ഞങ്ങൾ ബൈക്കിൽ മാറി നിന്നു. ആ സമയത്ത് ഒരു കാറിൽ, വൈറ്റ് ബലേനയിൽ ഈ ഒരു ബലേന വന്നു. ഇത് പെട്ടെന്ന് യൂട്ടേൺ അടിച്ച് കുമ്പഴ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു. ആ സമയത്തേക്ക് ഈ വണ്ടി നമ്പർ ഉൾപ്പെടെ ഞങ്ങൾക്ക് നേരത്തെ വിവരം കിട്ടിയാണ് ഇന്ന വണ്ടിയിലാണെന്നുള്ളത്. അപ്പോൾ ആ വണ്ടി തന്നെയാണ് വന്നത്. അപ്പം അങ്ങനെ വേറൊരു ബൈക്കേൽ, വേറെ ഒരു സ്കൂട്ടറേൽ കഞ്ചാവ് വാങ്ങാൻ വേണ്ടി 2 പേരാണ് വന്ന് അപ്പം വാങ്ങാനുള്ള ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. ഞങ്ങൾ പെട്ടെന്ന് ബൈക്ക് എടുത്ത് അങ്ങോട്ട് ചെന്നു. ആ ചെന്ന സമയത്ത് ഇവർ 2 പേര് ഇറങ്ങി നിൽക്കുവാണ്. ഈ നസീബ് എന്ന് പറയുന്ന ആളും പിന്നെ വേറെ ഒരു ആളും ഉണ്ടായിരുന്നു, ആസിഫ്. അപ്പം ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ കണ്ടുകൊണ്ട്, ഞങ്ങളെ അറിയാം. അപ്പം പെട്ടെന്ന് ഈ ആസിഫ് എന്ന് പറയുന്ന ആൾ ഇറങ്ങി ഓടി. ഇല്ല, അവിടെ നിൽക്കുമായിരുന്നു. താഴേക്ക് ചാടി. അവിടെ ഒരു കാട് പിടിച്ച സ്ഥലമാണ്, ഒരു ഗാർഡനൊക്കെ ഉള്ള സ്ഥലമാണ്. അതിലെ ഓടി. പിന്നെ ഈ നസീബ് പെട്ടെന്ന് കാറിനകത്ത് കയറി. ഞങ്ങൾ പെട്ടെന്ന് ഡോറെ ചെന്ന് പിടിക്കുമ്പോഴത്തേക്ക് വണ്ടി ലോക്ക് ചെയ്തു. ഞങ്ങൾ ഡോറ് വലിച്ചു തുറക്കാൻ ശ്രമിച്ചു, നടന്നില്ല. അപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഡോറിൻ്റെ വലത് സൈഡിലായിരുന്നു. ഈ വലത് സൈഡിലായപ്പോൾ ഇവൻ പെട്ടെന്ന് വണ്ടി വെട്ടിച്ച് എൻ്റെ ദേഹത്തേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിച്ചു. എൻ്റെ കാലിൽ തട്ടി, കാലിലിടിച്ച് ഞാൻ മറിഞ്ഞു വീണു. ഇപ്പോൾ എൻ്റെ ദേഹത്തോടെ വീണ്ടും കയറ്റാൻ ശ്രമിച്ചു. ഞാൻ മറിഞ്ഞ് ഉരുണ്ടങ്ങ് മാറി. ഇപ്പോൾ ഈ പ്രതികൾക്ക് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നടത്തി എന്നുള്ളതാണോ? ഉണ്ടെന്ന് വേണം സംശയിക്കാൻ. കാര്യം പറഞ്ഞാൽ നേരത്തെ ഞങ്ങൾ കേസ് എടുത്തിട്ടുള്ളതാണ് ഇയാളെ. അപ്പോൾ അതിൻ്റെ ഒരു വിരോധം കൂടെ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബൈക്കിനും അപകടം സംഭവിച്ചു. അവിടെ ബൈക്കിലും ഇടിച്ചായിരുന്നു കാറ്. നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ എന്തായാലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും രക്ഷപ്പെടണം. അപ്പോൾ നിങ്ങളെ കൊലപ്പെടുത്തിയിട്ടാണെങ്കിലും മുമ്പോട്ട് പോകണം. അങ്ങനെ കാറിടിച്ച് വീഴുന്നു, കാറ് കയറി ഇറങ്ങുന്നു. അതിനുശേഷം ദേഹത്തൂടെ കയറ്റാൻ നോക്കി, അത് പറ്റിയില്ല. പിന്നീട് ബൈക്ക് ഇടിപ്പിച്ചിട്ട് അവർ കടന്നു കളയുന്നല്ലേ? അതെ, അങ്ങനെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടർമാർ എന്താ പറഞ്ഞേ? ഇന്നലെ എക്സ്റേ എടുത്തപ്പോൾ ഒരു പൊട്ടൽ കണ്ടു. പിന്നെ സംശയം തോന്നി ഒന്നുകൂടെ CT സ്കാൻ ചെയ്തപ്പോഴാണ് 2 പൊട്ടലുള്ളതായിട്ട് കാണപ്പെട്ടത്. അപ്പം പ്ലാസ്റ്റർ ചെയ്തു. അപ്പോൾ ഇനി ഓർത്തോയെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതികൾ ഇപ്പോഴും മിസ്സിംഗ് ആണ്. പോലീസ് അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. വധശ്രമത്തിന് ഉൾപ്പെടെ കേസ് എടുത്തിട്ടുണ്ട് പ്രതിക്കെതിരെ, ഈ നസീബിനെതിരെ. പിന്നെ പ്രതിയുടെ വണ്ടി സീസ് ചെയ്തിട്ടുണ്ട് പോലീസ്. സേനയിലെ ഒരു കരുത്തുറ്റ ഉദ്യോഗസ്ഥനാണ്. എല്ലാ കാര്യങ്ങളും ഭയരഹിതമായിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ എന്താണ് വ്യക്തിപരമായിട്ട് തോന്നുന്ന ഒരു ഫീലിങ്സ്, അങ്ങനെ വികാരം എന്താണ്? നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ജോലിയുടെ ഭാഗമായിട്ട് മാത്രമല്ല, ഒരു സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത എന്ന നിലയിൽ കൂടിയാണ്. എന്തുതന്നെയായാലും വലിയ അത്ഭുതകരമായിട്ട് തന്നെയാണ് ശ്രീ ആനന്ദ് രക്ഷപ്പെട്ടത്. ലഹരി സംഘത്തെ പിടികൂടുക, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള കൃത്യമായിട്ട് തൻ്റെ ജോലി നിർവഹിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ആ ലഹരി സംഘം ശ്രീ ആനന്ദിനെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വാഹനം ഇടിപ്പിച്ചതും പിന്നീട് ദേഹത്തൂടെ കയറ്റിയിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതും. അവിടുന്ന് ഉരുണ്ടുമാറിയിരുന്നില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷേ ഇങ്ങനെ ശ്രീ ആനന്ദ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ആ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ
പത്തനംതിട്ട പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങേയറ്റം വലിയ തരത്തിലുള്ള ഒരു രക്ഷപ്പെടൽ എന്ന് തന്നെ വേണം ശ്രീയാനന്ദിൻ്റെ ഈ ഒരു രക്ഷപ്പെടലിനെ പറയാനായിട്ട്. കാലിന് 2 പൊട്ടലുണ്ട്, അതിന് 1 മാസം വിശ്രമം വേണം. എന്തായാലും വീട്ടിൽ വിശ്രമത്തിലാണ്. സേനയിലേക്ക് എത്രയും പെട്ടെന്ന് തിരികെ ചേരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടി ശ്രീയാനന്ദ് പങ്കുവെക്കുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.